അസാധ്യ വൈബാണ്. കാഴ്ച കണ്ടില്ലേ, മരത്തിൽ ലേശം പാട് വിട്ട് അത് പോട്ട് വേറെ കാര്യം. ആ കണ്ട MWL മിനിമം വാട്ടർ ലെവലാ. ആ യെല്ലോ ലൈൻ വരെ വെള്ളം കയറും, ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതായത് എൻ്റെ ഈ നമ്മളിരിക്കുന്ന ഈ ഹൈറ്റിൽ മൊത്തം വെള്ളമായിരിക്കും മഴക്കാലത്ത്. പക്ഷെ മഴക്കാലത്ത് വന്നാൽ വേറെ ഒരു ഫീലാണ്, ഇപ്പോൾ വേറൊരു ഫീലാണ്. പക്ഷെ സംഗതി മൊത്തം കളർഫുൾ ആട്ടോ, അടിപൊളി അടിപൊളി. അപ്പം ബാക്കി കാര്യം കാണാം. വാ, നമ്മൾ ആദ്യ റൈഡ് തുടങ്ങാൻ പോവാണ്. നമ്മളെ ചെന്തൂരിന് എക്കോ ടൂറിസത്തിലാണ്. കുട്ടഞ്ഞി സഫാരി ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നേരിട്ട് കാണാം. ബോട്ട് സർവീസ് അവിടെ എത്തണം. ഇപ്പൊ നമ്മൾ കുട്ടേജ് യാത്രയാണ്. യാത്ര ഭയങ്കര അനുഭവം കേട്ടോ. സംഗതി അടിപൊളിയാണ്. അടിപൊളി കാറ്റില്ല, ഐസ് കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫെയർ വരുന്ന റേറ്റ് ഒരു 20 മിനിറ്റ് ആണ് പറയുന്നത്. പക്ഷേ ഏകദേശം കറങ്ങി അരമണിക്കൂർ എടുക്കും. അരമണിക്കൂർ 400 രൂപ 4 പേർക്ക്, അതാണ് ഫെയർ. ഇപ്പോൾ സെപ്പറേറ്റ് വന്ന് സിംഗിൾ വേണം പോകും. അല്ലെങ്കിൽ പോലെ ഒറ്റയ്ക്ക് പോലെ സിംഗിൾ പോവും. ഒരു ഫിക്സഡ് റേറ്റ് 400 രൂപയാണ് അരമണിക്കൂർ വാങ്ങുന്നത്. വന്നാൽ അടിച്ചു പൊളിച്ച് ഇങ്ങനെ കറങ്ങി തെറ്റി നടക്കാം. അടുത്ത വല്ല കേട്ടോ. അപ്പൊ ചേട്ടാ തല പറയുന്നുണ്ട്. ചേട്ടൻ അഭ്യാസപ്രദനാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നേരെ ആ ബോട്ടിൽ പോയില്ലേ ഉള്ളേ. അപ്പൊ നമ്മളെ ബോട്ട് സവാരി തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് നോർമലി നമ്മൾ 8 പേരടങ്ങുന്ന ഒരു ടീമിന് അരമണിക്കൂറത്തേക്ക് നമ്മൾ 2000 രൂപയ്ക്കാണ് പോകുന്നത്. കാറ്റില്ലേ? ഇന്ന് അല്പം കാറ്റ് കൂടുതലാണ്. വളരെയധികം കാറ്റ് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ നമ്മൾ നിർത്തിവെക്കും. ഇപ്പൊ നമ്മള് തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു ടൂറിസം ഒരു ജംഗിൾ ക്യാമ്പ് ഉണ്ട്, ബാംബു ഹട്ട് എന്ന് പറയുന്നത്. ബാംബു ഹട്ട് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 173 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലുള്ള സാങ്ച്വറിയാണ്. ഇതിനകത്ത് നമുക്ക് വന്യമൃഗങ്ങളെ കാണണമെങ്കിൽ പലപ്പോഴും നമുക്ക് ഭാഗ്യം വേണ്ടി വരും. ഭാഗ്യം തീരില്ല. നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. അത് വെള്ളം കുടിക്കാറായിരിക്കും. പക്ഷെ അത് നമുക്ക് സാധാരണ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വളരെ അപൂർവമായി മാത്രമേ ഒരു കാഴ്ചയാണല്ലേ കാണാൻ പറ്റുള്ളൂ. ഭാഗ്യമുണ്ട്, കാണാൻ പറ്റി. അതെ അതെ. അത് തിരിച്ചു കയറി പോവോ? അത് നമ്മളിപ്പം ബോട്ടിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് വനത്തിനകത്തേക്ക് കയറി കാണാൻ പറ്റത്തില്ല. ഈ ബോട്ട് വെള്ളം ഫുൾ കപ്പാസിറ്റി കിടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം ആന കാട്ടിനകത്ത് നിൽക്കത്തുള്ളൂ. വെള്ളം ഇറങ്ങിയത് കൊണ്ടാണ് ആ തെളിഞ്ഞ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ഈ കടുവ കണ്ടിട്ടുണ്ടോ? കടുവ വരൂ. സ്ഥലത്തെത്തിരിക്കുകയാണ്. അയ്യോ, ജാക്കറ്റ് ഇടാൻ മറന്നുപോയി. ജാക്കറ്റ് ഇട്ട് കേട്ടാ. അപ്പൊ ഇത് എത്ര സ്റ്റേ വരുന്ന റേറ്റ് ഒക്കെ? 7500 രണ്ടുപേര്. നമ്മൾ ബാംബു ഹട്ടിലെത്തി കഴിഞ്ഞാൽ ഫുഡും കാര്യപ്പം എന്താ ചെയ്യുക? ഫുഡ് ഇവിടെ പ്രത്യേക ഒരു വാച്ചർ കാണും. വാച്ചർ കുക്ക് ചെയ്ത് തരും. വാച്ചർ കൂടെ ഉണ്ടാവും ഫുൾ ടൈം അല്ലേ? കൂടെ ഉണ്ടാവും. നമുക്ക് ടൂറിസ്റ്റിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല.
അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോട്ടിങ്ങും ഉണ്ടല്ലോ അല്ലേ ഈ റേറ്റിൽ? നോർമൽ ഫുഡ് ഉണ്ട്. രണ്ടുപേർക്ക് 7500 രൂപയാവും. പക്ഷേ അതിൽ തന്നെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം തരും. ഫുഡും ഇൻക്ലൂഡ് അല്ലേ? ഫുഡ് ഇൻക്ലൂഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ബാംബു ഹട്ട്. പിന്നെ ഇതിന് വേറൊരു പേരുണ്ടല്ലോ അല്ലേ? ഹണിമൂൺ ഹട്ട് എന്നുണ്ട് അല്ലേ? അപ്പോൾ അത് വേറൊരു പേരാട്ടോ, ഹണിമൂൺ ഹട്ട്. ഇത് മാത്രമല്ല, അല്ലാതെ നമുക്ക് ജംഗിൾ സ്റ്റേ വേറെ ഉണ്ട്. സ്റ്റേ ഉണ്ട്. ജംഗിൾ സ്റ്റേ ഉണ്ട്. നമുക്ക് റോക്കുണ്ട്, മുഴങ്ങാമ്പാറയുണ്ട്, പള്ളിവാസലുണ്ട്. നമ്മുടെ റേഞ്ചിന്റെ പരിധിയിൽ, നമ്മുടെ റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളല്ലേ? അപ്പോൾ അത് വേറെ ദിവസം നമുക്ക് കാണിക്കാം കേട്ടോ. ഭയങ്കര കാറ്റാണ്, രക്ഷയില്ലാത്ത കാറ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തിരിച്ചേക്കാം അല്ലേ? തെന്മലയിൽ നമ്മളിപ്പം ജംഗിൾ സഫാരിയുടെ ഭാഗമായി കറങ്ങി. അതോടൊപ്പം തന്നെ ഇപ്പം ഈ ബോട്ടിങ് നടത്തി കുട്ടവഞ്ചി. അപ്പം കൂടുതൽ വിഷയമായി വീണ്ടും കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ബൈ.